ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാറുള്ള ഒരു സെയിം പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് മാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഫുഡ് പ്രോസസ്സറിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂണ് മൈദ, 2 കപ്പ് ഗോതമ്പ് മാവിന് 3 ടേബിൾ സ്പൂണ് മൈദയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണ് റവ, നമ്മുടെ ഒരു നോർമൽ സൂചിയാണ് കേട്ടോ, നോർമൽ റവയാണ്. അപ്പോൾ അത് 3 ടേബിൾ സ്പൂണ് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളായി. ഇനി നമ്മളിത് കുഴക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. ഒരു ഓൾമോസ്റ്റ് 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നോക്കിയിട്ട് ചേർത്ത് കുഴച്ചെടുത്താൽ മതി. അതുപോലെ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണമെന്നില്ല. പൂരിക്ക് നമ്മൾ ചപ്പാത്തിയുടെ മാവ് പോലെ അത്രയും സോഫ്റ്റായിട്ട്, അതുപോലെ അതിനേക്കാളൊക്കെ ഒരു ഇച്ചിരി ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല പാകത്തിന് തന്നെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമ്മളിത് സാധാരണ ചെയ്യുന്ന പോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ആ ഒരു പൂരി ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ പത്തിരി പ്രസ്സിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചപ്പാത്തി പലകയിൽ പരത്തിയെടുത്താലും മതി. ഒരിച്ചിരി എണ്ണ തടവി കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു പ്രസ്സിലോട്ട് ഞാൻ ഈ ഒരു കവറിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എത്ര വലിയ ഇതാണോ സൈസാണോ വേണ്ട ആ ഒരു ഷേപ്പിൽ പരത്തിയെടുത്താൽ മതി. ഇനി ഇത് ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് പൂരി ഇട്ട് കൊടുക്കുക കേട്ടോ. എണ്ണക്ക് നല്ല ചൂടുണ്ടായിരിക്കണം നമ്മൾ പൂരി ഇട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പൊങ്ങി വരില്ല. എണ്ണയുടെ ചൂട് കുറവുണ്ടെങ്കിൽ പൊങ്ങി വരില്ല. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവർ ചൂടാകാനും പറ്റൂല, പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പൂരി കിട്ടിയിട്ടുണ്ട്. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു സൈഡൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ, ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, തൂക്കി കൊടുത്താൽ മതി ആ ഒരു ചൂടായ എണ്ണ. അപ്പോൾ അത് പൊങ്ങി വന്നോളും. അപ്പോൾ എണ്ണയുടെ ചൂടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നമ്മൾ പരത്തുമ്പോഴും എല്ലാ സൈഡും ഒരുപോലെ അതിൻ്റെ ആ ഒരു തിക്നെസ് ഒരുപോലെ ആക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കുക. അപ്പോൾ അറിയാത്ത പേരൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഷെയർ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.